ഇന്നുണ്ടാക്കുന്ന റെസിപ്പി കത്തിരിക്കയാണ് കേട്ടോ. കത്തിരിക്ക കറി. ഇത് എണ്ണ കത്തിരിക്ക എന്ന് പറയും. ഞാൻ എല്ലാം കൂടി ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ടിരിക്കുന്നത്. ലൈക്ക് നാലായിട്ട് കട്ട് ചെയ്യാണ്ട് കുറച്ചും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യാൻ പോവുകയാണ്. ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തക്കാളി, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക്, ഈ മൂന്നും കൂടി ഞാൻ ഇതിനോട് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ച ഇതൊക്കെ മാറിയിട്ട് ഒന്ന് സോഫ്റ്റ് ആവണം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ അരപ്പ് നോക്കാം. ഇത് ഈ ആവുന്ന സമയങ്ങൾ നന്നായിട്ട് മൂക്കണം കേട്ടോ. ഇത് ഞാൻ എടുക്കുന്ന ചേരുവകളൊക്കെയാണ് കാണിക്കുന്നത്. ഇതിലേക്ക് വേണ്ടത് ഒരു കൊട്ടത്തേങ്ങയുടെ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിലക്കടല കുറച്ച് എടുക്കുന്നുണ്ട്. അതല്ലാണ്ട് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് എള്ള്, വെള്ളയും കറുപ്പും, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് ആദ്യം ഉപ്പ് ആവശ്യത്തിന്, ഒരു സ്പൂണ് മല്ലിപ്പൊടി, എരിവ് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട്, പച്ചമുളക് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, 2 സ്പൂണും കൂടി ഇടുവാണ്. ഇനി മഞ്ഞൾ 1/4 സ്പൂണ്, ഇച്ചിരി ഉലുവാപ്പൊടി. ഇനി ഈ സ്പൈസസിൽ എള്ള് വൈറ്റും ബ്ലാക്കും ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട്, പിന്നെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല പേരിന് കുറച്ച്, കാരണം മസാല ഒന്ന് ഗ്രൈൻഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് കൊട്ടത്തേങ്ങ, ഇനി അതിനെ കുറച്ച് കണ്ടിച്ചിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ ആവശ്യത്തിനുള്ള കൊട്ടത്തേങ്ങ ഇതിലെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ലൈക്ക് എന്താ പറയുന്നത്, നമ്മളൊന്ന് ചതച്ചെടുക്കണം. എല്ലാ പൊടിയും കൂടി ഒന്ന് കറക്റ്റായിട്ട് ഒരു ചെറുതായിട്ടൊരു പൊടിയായിട്ട് ഫോം ആയതിനു ശേഷം പിന്നെ ഈ പുളിവെള്ളം ഒരു ചെറിയൊരു നെല്ലിക്കയുടെ ഒരു സൈസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ രീതിയിൽ തരിതരിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ അത്രയും ചതഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പം പച്ചത്തേങ്ങ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഇനിയിപ്പം ഞാനിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പേസ്റ്റ്, നല്ല പേസ്റ്റ്. അപ്പോൾ ഏതാണ്ട് ഇതുപോലെ അരച്ചിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ ഇതെന്തായാലും നോക്കാം. ഇത് നല്ലോണം മൂത്തിട്ടുണ്ട് കേട്ടോ, നല്ലോണം. അപ്പം ഇനി ഇതിലേക്കാണ് ഞാൻ ഈ ഗ്രൗണ്ട് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. കുറച്ച് വെള്ളം എടുത്ത് കഴുകിയിട്ട് ഇതും കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. വെള്ളം കഴുകി അതിൽ വെച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം എടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് ഇതിലോട്ടൊന്ന് പിടിച്ചിട്ട് ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കത്തിരിക്ക എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് പച്ചയാണ് കിട്ടിയിരിക്കുന്നത്, അതാണ് എടുത്തത്. നല്ല പർപ്പിൾ കളറിലുള്ള കത്തിരിക്ക നമ്മുടെ നാട്ടിൽ കിട്ടുമല്ലോ, നല്ല കുഞ്ഞു കത്തിരിക്ക. അതാണ് ഇഷ്ടമെങ്കിൽ അതെടുക്കാം. ഇല്ലെങ്കിൽ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അങ്ങ് എടുക്കാം. എമ്മി ടേസ്റ്റ്. കുറച്ച് നേരം ഒന്നാവട്ടെ. അപ്പോൾ എണ്ണ ഏതായാലും തെളിഞ്ഞ് വന്നു തുടങ്ങി. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മിക്സിയിൽ നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കുറച്ചും കൂടി ഒഴിക്കേണ്ടി വരും കറക്റ്റായിട്ട് കഴുകിയെടുക്കണമെങ്കിൽ. എന്തിനാ കളയുന്നത് ഇതൊക്കെ? നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അവിടെ ഇരുന്ന് ഇതൊന്ന് തിളക്കട്ടെ. ഉപ്പ്, എരിവ് ഇതൊക്കെ നോക്കിയിട്ട് വേണോ വേണ്ടെന്നുള്ളത്. ഉപ്പിൻ്റെ ഒരു ലേശം കുറവുണ്ട്, ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതാണ് എൻ്റെ
എണ്ണ കത്തിരിക്കയുടെ ഒരു പാറ്റേൺ ലൈക്കിനോ പല രീതിയിൽ ഉണ്ടാക്കും. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ രീതിയിൽ ദ ഫൈനൽ ലുക്ക് തിളച്ചുകൊണ്ടിരിക്കുവാണ്. കുറച്ചും കൂടി ഒന്ന് നോക്കാം. ഒന്നുകിൽ കുറുക്കി എടുക്കണമെങ്കിൽ കുറുക്കി എടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ആസ് ഇറ്റ് ഈസ് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്ക് ഫുഡിനോടൊപ്പം കഴിക്കാം.